എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്ന് ISLലെ ഏറ്റവും നിർണായകമായ ഒരു മത്സരത്തിന് വേണ്ടിയാണ് നമ്മൾ സാക്ഷിയാവാൻ പോകുന്നത്. കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്ന് ഒഡീഷയെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ ഇറങ്ങാൻ പോവുകയാണ്. ഒഡീഷയെക്കുറിച്ച് നമുക്കറിയാം, ലീഗിൽ തന്നെ നല്ലൊരു ബെസ്റ്റ് ടീമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മോശമല്ല, മാത്രമല്ല ഇപ്പോൾ പ്രതീക്ഷകളേറെയാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ നല്ല മിന്നുന്ന പ്രകടനത്തോടെ ജയിച്ചു വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ വീഴ്ത്തിയാണ് ഇനി സെമിയിലേക്ക് കിടക്കും. അത് നമുക്ക് പുതിയ ഊർജ്ജമുണ്ട്. മാത്രമല്ല ഇപ്പം മിന്നുന്ന ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഒഡീഷയാണെങ്കിൽ തോറ്റുകൊണ്ടാണ് പ്ലേ ഓഫ് കളിക്കാൻ വരുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാക്കാൻ സാധിച്ചാൽ നമുക്ക് ഫൈനലിൽ കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ പറ്റും. ആ ചരിത്രം സൃഷ്ടിക്കാൻ നിർണായക പങ്ക് വഹിച്ച എല്ലാ മാച്ചുകളും നിർണായക പങ്ക് വഹിച്ച് അഡ്രിയാനിലൂടെ തിരിച്ചു വരുന്നത് ഒരു നല്ല വാർത്തയാണ്. വന്നു കഴിഞ്ഞ പിന്നെ ഒഡീഷയുടെ എല്ലാ സ്ട്രാറ്റജിയും പൊളിച്ചിറങ്ങിക്കൊണ്ട് അഡ്രിയാനിലൂടെ നമുക്ക് കിരീടം നേടിത്തരുന്ന കാര്യത്തിൽ സംശയം മാത്രവുമല്ല. ഡിമിട്രിയോസ് ഡയമൻഡോസ് ISLലെ ഗോൾഡൻ ബൂട്ട് വിന്നറിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്ന ഡിമിട്രിയോസ് ഡയമൻഡോസ് എങ്ങാനും ഇറങ്ങിയാൽ ഒഡീഷയെ ഗോളുകളുടെ അമ്മാനമാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് നല്ല ലൈനപ്പിന് വേണ്ടി, നല്ല മാച്ചിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവരും ശക്തരാണ്. റോയ് കൃഷ്ണ, ഡിവോൺ മുറിശ്, ഇവരൊക്കെ നല്ല 13 ഗോളുകളിൽ നിന്ന് ഡിവോൺ മുറിശ് 10 ഗോളുകളുമായിട്ട് ഡിവോൺ മുറിശൊക്കെ നിൽക്കുമ്പോൾ നമുക്കും നിർണായകമായ മാച്ച് തന്നെ. പക്ഷെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ ഫാസ്റ്റായിട്ട് പാസിങ്ങിന് അനുവദിക്കാതിരിക്കുക എന്നത് ഡിഫൻസിൻ്റെ കൃത്യമായ ഡ്യൂട്ടിയാണ്. ഡിവോൺ മുറിശിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡി പ്ലെയറാണ്, ഭയങ്കര ഇതാണ്. അവരെ പൂട്ടിക്കെട്ടാൻ സാധിച്ചാൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങോട്ടും അവരും ജയിക്കാം, നമ്മളും ജയിക്കാവുന്ന അവസ്ഥയിൽ ഡ്രോ ആയി കഴിഞ്ഞാൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടും ഇതൊക്കെ വേണ്ടി. ഞാനും പ്രതീക്ഷ കൂടുതലും ബ്ലാസ്റ്റേഴ്സിന്. കാരണം ബ്ലാസ്റ്റേഴ്സ് 3-1 വിജയത്തിലും അവർ 3-0 പരാജയത്തിലുമാണ് വന്നിരിക്കുന്നതെന്നത് ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ എത്ര ആത്മവിശ്വാസം ഉണ്ടായാലും അത് കളിയിൽ കളിച്ച് അവരെ തോൽപ്പിക്കുന്നതിൽ നിന്ന് വഴിമാറിയാൽ പിന്നെ ഈ മാച്ച് കൊണ്ടൊരു ഉപകാരമുണ്ട്. അതായത് പ്ലേയേഴ്സ് തമ്മിൽ നല്ല ജെല്ലിങ് അപ്പും അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമേ ഒരു കളിയിൽ നടക്കണം. അതുമാത്രമല്ല, അത് കോച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം ലൈനപ്പും. അതുപിന്നെ ഗ്രൗണ്ടിലും നല്ല കോൺവെർസേഷൻ ആയിരിക്കണം കോച്ചും എല്ലാവരും എന്ന് നടന്നു കഴിഞ്ഞാൽ ആ പകുതി വിന്നിങ്ങിൻ്റെ അടുത്തെത്തും. അതിൻ്റെ കൂടെ പാസിങ്ങും കറക്റ്റായി കഴിഞ്ഞാൽ, മെയിനായിട്ട് ഒഡീഷയിൽ ജാഹു എന്നൊരു പ്ലെയറുണ്ട്. ആ പ്ലെയറിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത്, ഡ്യൂട്ടി കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ജിക്സണും അതുപോലെ തന്നെ ഫ്രെഡിക്കോടും. അവർ രണ്ടുപേരും കറക്റ്റായിട്ട് മാർക്ക്. അവർ രണ്ടുപേരും സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം നമുക്ക് മത്സര ശേഷം പറയാം. എന്തായാലും സൂപ്പർ മാച്ച് തന്നെ ഇന്ന് കാണാൻ പറ്റും. ISLലെ ബെസ്റ്റ് പ്ലേ ഓഫ് മാച്ച് തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മാച്ചാണ് ഒഡീഷ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്.